ഇത് നമുക്ക് ക്യൂട്ടായിട്ടുള്ളൊരു കേക്ക് ഉണ്ടാക്കിയാലോ. കേക്ക് ക്രം കോട്ട് ചെയ്തിട്ട് നമ്മൾ ഫുള്ളായിട്ട് അതിൽ നോസിൽ വർക്കാണ് കേട്ടോ ചെയ്യണത്. ഗ്രാസ് നോസിൽ വെച്ചിട്ട് ഞാൻ ഫുള്ളായിട്ട് ഒരു ഡിസൈൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വൈറ്റ് ക്രീം മിൽക്ക് ലൈറ്റായിട്ട് യെല്ലോ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഈ ഒരു കേക്ക് ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കുകയാണ് കേട്ടോ. നമ്മളൊരു കിറ്റിയുടെ തീമിലാണ് ചെയ്യണത്. ഈ ഒരു കേക്കിൻ്റെ വെയിറ്റ് വരുന്നത് 1 kg ആണ്. 1 kg നമ്മൾ 6 ഇഞ്ചിൻ്റെ 6 ലെയർ വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഹൈറ്റ് കിട്ടും. അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ബേസ് എടുത്തിട്ടുള്ളത് 10 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഡിസൈൻ ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ടൈം എടുക്കും, എന്നാലും നമുക്ക് ഈസിയാണ് ചെയ്യാനായിട്ട്. നമ്മൾ കേക്ക് ഇങ്ങനെ ഫിനിഷിങ് ചെയ്തെടുക്കണ പോലെ ബുദ്ധിമുട്ടൊന്നുമില്ല, പെട്ടെന്ന് തന്നെ കഴിയും. ക്രീം ഒരുപാട് മെൽറ്റ് ആവാണ്ടിരുന്നാൽ മതി. ഫുള്ളി നോസിൽ വർക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു തിന്നായിട്ടുള്ളൊരു കവറിങ് കൊടുത്താൽ മതി. ക്രീം അല്ലാന്നുണ്ടെങ്കിൽ ഓവറായിട്ട് ക്രീം വരും കേട്ടോ. അപ്പോൾ ഇതും നമ്മൾ പുറത്തും ഫുള്ള് നോസിൽ വർക്കല്ലേ കൊടുക്കണത്. അപ്പോൾ അങ്ങനെ ഒരുപാട് ക്രീം കൊടുക്കണ്ട. അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ ഫിനിഷിങ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് തീമിൽക്ക് കൊടുക്കുന്നത് ഫുള്ള് ഫോണ്ടൻ്റെ എസൻസ് ആണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഫോണ്ടനിൽ ചെയ്ത് വെക്കുന്നുണ്ട്. അതുമെല്ലാം ഹാൻഡ് വർക്ക് തന്നെയാണ് ചെയ്യണത്, മോൾഡൊന്നും യൂസ് ചെയ്തിട്ടല്ല. അപ്പോൾ ഫോണ്ടന് നമ്മൾ ഏത് കളറാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സ് ചെയ്തിട്ട് കോൺഫ്ലോറും CMC മിക്സ് ചെയ്തിട്ട് പരത്തിയെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക, അങ്ങനെയാണ് ചെയ്യണത്. അപ്പോൾ അത് കുറച്ച് നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഫുള്ളായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടും കേട്ടോ. ഇനി നമ്മൾ കേക്കൊക്കെ സെറ്റായി കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് ഏകദേശം ഒരു ഡെലിവറി ടൈമിന് കുറച്ച് സമയം മുന്നേ നമുക്ക് അത് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. സ്റ്റിക്ക് ഇൻസേർട്ട് ചെയ്തിട്ടാണ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. സ്റ്റിക്ക് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബട്ടർഫ്ലൈ ഒക്കെ മേടിക്കില്ല കേക്കിൽ വെക്കാൻ വേണ്ടിയിട്ട്, അതിൻ്റെ കൂടെ ഒരു സ്റ്റിക്ക് ഉണ്ടാവും, നമ്മളൊരു ഫ്ലവർ വയർ പോലത്തെ. അപ്പോൾ അത് വെച്ചിട്ട് തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ. ആ ഒരു ബോ ഒക്കെ വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഫേസിൻ്റെ ഉണ്ട്. ഫേസിൻ്റെയും ഇതേപോലെ തന്നെ കേട്ടോ, വൈറ്റ് ഫോണ്ടൻ്റ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിൽ ജസ്റ്റ് ഒരു മൗത്തും നോസും വരുന്നത് ആ ഒരു പിങ്ക് ഷെയ്ഡ് തന്നെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അത് കറക്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുക. പിന്നെ ഒരു കണ്ണ് വരുന്നതും ഫോണ്ടൻ്റ് വെച്ചിട്ട് തന്നെ നമ്മൾ ഇതുപോലെ തന്നെ ഒരു ആർച്ച് പോലെ ചെയ്തെടുക്കുക. അതും നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഏറ്റവും ലാസ്റ്റ് പിന്നെ അതിനൊരു മീശയുണ്ട്. മീശ വെച്ച് കൊടുക്കുന്ന ആ ഒരു ഫ്ലവർ വയർ തന്നെയാണ് വൈറ്റ്, അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുത്താൽ മതി. അതും കൂടെ ആകുമ്പോഴാണ് ശരിക്കും ഒരു ഫിനിഷിങ് വരിക. അപ്പോൾ മീശ റെഡിയിട്ടാണ്. മീശ ഇതുപോലെ ഈ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ രണ്ട് സൈഡിലും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ വരുമ്പോഴാണ് കറക്റ്റ് ഒരു ഫിനിഷിങ്ങിൽ വരിക. കസ്റ്റമർ അയച്ചു തന്ന സെയിം മോഡൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ ഒരു ഡിഫറൻസ് ഇല്ലാണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്.